ഞായറാഴ്ച ആയതുകൊണ്ട് രണ്ടുപേരെയും കൊണ്ടുപോകാതെ ഒന്ന് പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നതാ. ഒരാൾ ഇതാ തൊട്ടിയിൽ കിടന്നുറങ്ങുന്നുണ്ടേ, ഒരാൾ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. അതേ പൊതച്ചു മൂടി കിടക്കുന്നു. കയ്യും കാലും തലയും മാത്രം പുറത്തിട്ടിട്ട് ബാക്കി ഫുൾ പൊതച്ചു മൂടി കിടന്നുറങ്ങുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോകാതെ പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോൾ ദേ എന്റെ സൈഡിൽ ഒരാൾ കണ്ണാടി കൂടെ കാണുന്ന കണ്ടോ. അങ്ങനെ എന്നെ കൊണ്ടുപോകാതെ എങ്ങോട്ട് മുങ്ങാൻ നോക്കണ്ടെന്ന് പറഞ്ഞു കുഞ്ഞാവ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ. അമ്മയാണെങ്കിൽ രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ്. രണ്ടുപേരെയും കൂടി എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മ രാവിലെ പള്ളിയിൽ പോയിട്ട് വരുന്നു. പിന്നെ അമ്മ വന്നു കഴിയുമ്പം രണ്ടുപേരെയും കൂടെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ പ്ലാൻ എ 8 നില പൊട്ടിയതുകൊണ്ട് പ്ലാൻ ബി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഡ്രസ്സൊക്കെ മാറ്റി ഒരു ഫീഡിംഗ് ടോപ്പ് എടുത്തിട്ടു. പിന്നെ കുഞ്ഞിനെ റെഡിയാക്കുന്നുണ്ട്. ഈ പൊന്നൂസങ്ങാനും എണീറ്റ് കഴിയുമ്പോൾ എന്താവും എന്തോ. ഏതായാലും കുഞ്ഞെണീറ്റ സ്ഥിതിക്ക് കൊണ്ടാകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. വീട്ടിലാണെങ്കിൽ 1-2 ബൾബ് കാണുന്ന കൊച്ച് പള്ളിയിൽ കയറി 100 ബൾബ് ഒന്നിച്ച് കണ്ടപ്പോൾ അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നേ. പിന്നെ ഈ കറങ്ങുന്ന ഫാനും കൂടെ കണ്ടപ്പോൾ ഒന്നും പറയണ്ട. വലിയ പള്ളിയാണെങ്കിലും ഒരൊറ്റ ഫാനേ ഉള്ളേ. പക്ഷെ കാറ്റാണെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി മൊത്തം കിട്ടും. അത്രയ്ക്കും കാറ്റാണേ. പയ്യെ കറങ്ങുന്നൊന്നും വിചാരിക്കണ്ട. അല്ലെങ്കിലും ഇതൊക്കെ ആരാല്ലേ കണ്ടുപിടിച്ചേ? ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്ത് നിന്ന് കടൽ കടന്ന് വന്നതാണേ. എങ്കിൽ പിന്നെ അത് അവിടെ കിടന്നങ്ങ് കറങ്ങട്ടെ. അങ്ങനെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ട് പൊന്നൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ദേണ്ടടാ തിരിഞ്ഞു ഓടിപ്പോന്നു. ഇനിയിപ്പോ ഞങ്ങളെ കാണാൻ വന്നല്ലേ. അന്ന വിചാരം മുന്ന വിചാരം എന്നാണല്ലോ പണ്ട് തൊട്ടേ. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കിച്ചണിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു. അമ്മയാണെങ്കിൽ കപ്പയും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കഴിച്ചോണ്ടിരുന്നപ്പോൾ അതാ 2 പേര് വരുന്നു. അൽപ്പോയും മാളുവാണേ. മാളുവാണെങ്കിൽ മുഖവും പൊത്തി പിടിച്ചോണ്ടാ വരുന്നത്. വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് ഫേമസ് ആക്കല്ലേ ചേച്ചി, നാളെ ഇനി സിനിമയിലേക്ക് എങ്ങാനും വിളിച്ചാൽ പോകാൻ സമയമില്ലെന്നും പറഞ്ഞാൽ മാള് വരുന്നത്. ഇത് പിന്നെ ഒന്നും അറിയുന്നില്ല, ഫോണും തോണ്ടി തെന്നി വീഴാതിരുന്നാൽ മതിയായിരുന്നു. അവര് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഞാനിതാ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ടുണ്ടേ. ഈ നിമിഷ നേരം കൊണ്ട് ആരുടെ ഒച്ചയും ബഹളവും ഒന്നും കേൾക്കാതെ പോയി നോക്കുമ്പോൾ ദേ ഇവിടെ തീറ്റ മത്സരം നടക്കുന്നു എന്നെ കൂട്ടാതെ. പൊന്നൂസിന് പിന്നെ പണ്ട് തൊട്ടേ അൽപ്പോനെയും മാളുവിനെയും കണ്ടിട്ടുണ്ടെങ്കിൽ ആരെ കണ്ടാലും ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും പിന്നെ കാണിക്കത്തില്ല കേട്ടോ. ഇനിയിപ്പോ ഈ കൊച്ചിനി എന്നെ മറന്നെങ്ങാനും പോവാവോ? ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അമ്മയെ കാണാനില്ല. ചെന്ന് നോക്കുമ്പോൾ ദേ ഇവിടെ എന്തോ കലക്കിക്കൊണ്ടിരിക്കുന്നു. പശുവാടൊന്നും ഈ പരിസരത്തില്ലാത്തത് കൊണ്ട് ഏതായാലും ഇത് ഞങ്ങൾക്കുള്ളതാണെന്ന് മനസ്സിലായി. പിന്നീടാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. പഴംപൊരി ഉണ്ടാക്കാനായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, സ്വയം റിച്ച് ആണെന്ന് മനസ്സിലങ്ങ് വിചാരിച്ച് കുറച്ച് എണ്ണ എടുത്ത് ചൂടാക്കി പഴമെല്ലാം കൂടെ മാവിൽ മുക്കി അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് എടുത്തു. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തപ്പോൾ ഈ ഭൂമിയിൽ ഇന്നേ വരെ വിരിഞ്ഞിട്ടില്ലാത്ത കൂട്ട് പൂ പോലൊരു സാധനം. അതായത് രമണ, ആ മാവ് കുറച്ച് ലൂസായി പോയി, അതാണ് പൂ വിരിയാൻ കാരണം. അങ്ങനെ ദേ പഴംപൊരിക്കുട്ടന്മാരെല്ലാം റെഡി ആയിട്ടുണ്ട്. കൂടെ നല്ല പാലൊഴിച്ച മധുര വിടാത്ത 1-തരം ചായയും. ഹോ, അതൊരു 1-1/2 കോമ്പിനേഷൻ ആണേ. അപ്പൊ എങ്ങനെ എടുക്കട്ടെ ഒരു ഗ്ലാസ് ചായയും ഒരു പഴംപൊരിയും? ആദ്യം ഞാൻ കഴിച്ചു നോക്കാവേ. സത്യം പറഞ്ഞാല് ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന പഴംപൊരിയുടെ ടേസ്റ്റ് അല്ലായിരുന്നു കേട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ ആയിരുന്നേ മുമ്പിൽ നിൽക്കുന്നത്. എന്താണേലും സംഗതി പൊളിച്ചു. എല്ലാ എണ്ണവും ചായ കുടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടേ. പഴംപൊരി കഴിച്ചോണ്ടിരിക്കുമ്പോൾ മാള് പറയുക ബീഫ് കറി കൂട്ടി കഴിക്കണമെന്ന്. ദൈവമേ, 10 പൈസ ചെലവില്ലാതെ പഴംപൊരി കഴിക്കാന്ന് വിചാരിച്ചപ്പം ഇനി 500 രൂപ കൊടുത്ത് ബീഫ് മേടിക്കേണ്ടി പോകേണ്ടി വരുമോ? ഇന്ന് പോയാലേ നാളെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടും കൂടി ഇതേ പാട്ടും പാടി പോകുന്നുണ്ടേ. എന്താണേലും അവര് പോയപ്പോ 10 പേര് പോയ പോലെ. എന്റെ അടുത്ത പണി ഇനി ഇതാണേ. ഇതെന്ന് വെച്ചാൽ തുണി മടക്കലല്ല കേട്ടോ. 2 മാസം മുമ്പ് തയ്ച്ച് ഇത്രയും ആക്കി വെച്ച അമ്മയുടെ ഒരു ചുരിദാറാണേ. കൈ പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇനിയും കൈ പിടിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് നടക്കുന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. തൽക്കാലം അത് കാണാൻ വയ്യാത്തത് കൊണ്ട് ഇന്ന് തന്നെ കൈ പിടിപ്പിച്ച് കൊടുക്കാന്ന് വിചാരിച്ചേ. ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കയ്യിൽ തുണി ആയതുകൊണ്ട് സ്റ്റിച്ച് ആണെങ്കിൽ മേക്കോന്ന് പറഞ്ഞു പോകുന്നേ. ഇതിനി മര്യാദ തയ്ച്ചില്ലെങ്കിൽ പുതിയ തുണി മേടിക്കാൻ പോകേണ്ടി വരുമല്ലോ. അങ്ങനെ ഞാനിതാ 2 കൈയും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കഴുത്ത് കൂടി തുന്നി എടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്. ആദ്യം ഇത് അമ്മയ്ക്ക് കൊടുത്തു നോക്കാം. ഒന്നല്ല, ഒരു 2-3 പൂർണ്ണചന്ദ്രൻ ഒന്നിച്ചുദിച്ച സന്തോഷമൊക്കെ അമ്മയുടെ മുഖത്ത് കാണുന്നുണ്ടേ. ദൈവമേ, ഇതിന്റെ പാൻറ് ഇനി തയ്ച്ചിട്ടില്ലെന്ന് അറിയുമ്പോൾ പൂർണ്ണചന്ദ്രൻ മാറി ഇപ്പൊ കർത്തവാകും. അതിനു മുമ്പ് ഞാൻ എസ്കേപ്പ് ആവുകയാണേ. അപ്പൊ ടാറ്റാ.